എല്ലാവർക്കും എക്സ്പ്ലോർ ഹൊറൈസൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാറിൽ നിന്ന് മറയൂർ വഴി കാന്തല്ലൂരെത്തി അവിടെ 2 ദിവസം താമസിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുന്നതാണ് ഈ വീഡിയോ സീരീസിലുള്ളത്. മൂന്നാറിൽ നിന്ന് 50ഓളം കിലോമീറ്റർ ദൂരമുണ്ട് കാന്തല്ലൂർ എത്താൻ. ഈ റൂട്ട് പോകുമ്പോൾ ഒരുപാട് കാഴ്ചകളാണുള്ളത്. ഒരുപാട് ടീ ഫാക്ടറിയും അതുപോലെ എരുവിക്കുളം നാഷണൽ പാർക്കും ഇവിടെയാണുള്ളത്. ഫാമിലിയായിട്ട് വരുന്നവർ എന്തായാലും കാണേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ എരുവിക്കുളം നാഷണൽ പാർക്ക്. ഒരുപാട് വരയാടുകളും അതുപോലെ അവിടുത്തെ നീലക്കുറിഞ്ഞി തോട്ടവുമൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു പോരാൻ പറ്റും. ഞങ്ങൾക്ക് ഈ ട്രിപ്പിൽ അപ്രതീക്ഷിതമായി മഴ വന്നതുകൊണ്ട് എരുവിക്കുളം നാഷണൽ പാർക്ക് ക്യാൻസൽ ചെയ്ത് നേരെ കാന്തല്ലൂർക്ക് വിട്ടു. നിങ്ങൾ പരമാവധി സാറ്റർഡേ സൺഡേ ഒഴിവാക്കി യാത്ര ചെയ്താൽ തിരക്കിൽ നിന്ന് ഒഴിവായി സുഖമായി യാത്ര ചെയ്യാൻ പറ്റും. KSRTCയുടെ ഉല്ലാസയാത്ര പ്രോഗ്രാം കാന്തല്ലൂർക്ക് പോകുന്നുണ്ട്. ചിലവ് കുറിച്ച് നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കണ്ടുവരാമെന്നാണ് കേട്ടത്. പോയവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ കാണുന്നതാണ് വാഗ്വരെ ടീ ഫാക്ടറി. ഈ റൂട്ടിലാണ് നീലവാഗ അല്ലെങ്കിൽ ജക്രാന്ത ഫ്ലവർ പൂത്തു നിൽക്കുന്ന ഗംഭീര ഭംഗി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ സീസൺ അവസാനിച്ചതുകൊണ്ട് നമുക്ക് ആ കാഴ്ച കിട്ടിയില്ല. പക്ഷേ ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങളിൽ വരാണെങ്കിൽ നമുക്ക് ആ കാഴ്ച ഭംഗിയായി ആസ്വദിക്കാൻ പറ്റും. ഈ കാണുന്ന ഭാഗത്താണ് ലക്കം വാട്ടർഫോൾസ്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മെയ് മാസം അവസാനമായതുകൊണ്ട് തന്നെ വെള്ളമില്ലാത്തതുകൊണ്ട് അവിടെ ഇറങ്ങാൻ നിന്നില്ല. പോകുന്ന വഴിയിൽ നമുക്ക് റിപ്പിൾ ചായ് ബസാർ എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ പറ്റും. വാഷ്റൂമിൽ പോകാനും ചായ കുടിക്കാനുമൊക്കെ നമുക്ക് ഈ സ്പോട്ട് തിരഞ്ഞെടുക്കാം. ഞങ്ങളും ഇവിടെ നിർത്തിയാണ് യാത്ര തുടർന്നത്. അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നമുക്ക് ഒരു ചെക്ക് പോസ്റ്റ് കാണാൻ പറ്റും. ഇപ്പോൾ ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ലെങ്കിലും തിരിച്ചു വന്നപ്പോൾ ഞങ്ങളെ ഇവിടെ നിർത്തി വണ്ടി പരിശോധിച്ചതിന് ശേഷമാണ് വിട്ടത്. അങ്ങനെ നമ്മൾ പോകുന്തോറും തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ മാറി ചന്ദനമരങ്ങൾ കണ്ടു തുടങ്ങും. മറയൂർ അടുക്കും തോറും നമുക്ക് റോഡിൻ്റെ ഇരുവശവും ചന്ദനമരങ്ങളുടെ കാഴ്ചകളാണ് നമുക്ക് പിന്നീട് കിട്ടുക. മറയൂരും കാന്തല്ലൂരും BSNL അല്ലെങ്കിൽ ജിയോ നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വെറും വൈഫൈ വെച്ച് നിങ്ങൾക്ക് ഗൂഗിൾ പേ മറ്റും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിന് ഫോണിൽ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം. മറയൂരിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ വെൽക്കം ടു കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഹെയർപിൻ ബെൻഡോട് കൂടിയിട്ടുള്ള കയറ്റങ്ങൾ വരും. ഈ പോണ വഴിക്ക് നമുക്ക് കാന്തല്ലൂരിലെ ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു പോകാൻ പറ്റുന്ന ഒരു ഗംഭീര റൂട്ടാണ് ഇവിടെയുള്ളത്. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെറൈൻ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുക.
അവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ ആനക്കോട്ടുപാറ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കെത്തി. ഇവിടെ നമുക്ക് പുരാതന ശവകുടീരങ്ങളായ മുനിയറകളും ചുറ്റിലും പശ്ചിമഘട്ട മലനിരകളും കാണാൻ പറ്റും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചവയാണെന്നാണ് പറയപ്പെടുന്നത്. 20 രൂപ എൻട്രി ഫീ കൊടുത്ത് വേണം നമുക്ക് അവിടേക്ക് പ്രവേശിക്കാൻ. എനിക്ക് കൂടുതലായി ഇഷ്ടപ്പെട്ടത് ഇത് നിൽക്കുന്ന ലൊക്കേഷനാണ്. നല്ലൊരു വ്യൂ പോയിൻ്റ് തരുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ ആനക്കോട്ടുപാറ പാർക്ക്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കാണാം. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ പ്രസിദ്ധമായ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് എത്തിയത്. കാന്തല്ലൂർ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് 1-2 ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇത് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന കരിമ്പിൻ തോട്ടത്തിലെ കരിമ്പിൽ നിന്നാണ് ശർക്കര ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ശർക്കര വാങ്ങിക്കാനും അതുപോലെ നല്ല ഫ്രഷ് കരിമ്പിൻ ജ്യൂസ് കുടിക്കാനുമുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഞങ്ങൾ ബുക്ക് ചെയ്ത ശേഷമാണ് എൻ്റെ ബ്രദർ ഇൻ ലോ ഫാമിലി ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെവ്വേറെ റിസോർട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവർ ഗോൾഡൻ ഫേൺ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇവരിവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ടിലേക്ക് പോയി. ആ റിസോർട്ടിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.